നിങ്ങൾക്കേവർക്കും കൗൺസിലിംഗ് ടോക്കിലേക്ക് സ്വാഗതം. ജീവിതത്തെക്കുറിച്ചുള്ള മറ്റു ചില ചിന്തകളുമായിട്ടാണ് ഞാനിന്ന് നിങ്ങളുടെ മുൻപിൽ ആയിരിക്കുക. ജീവിതത്തെക്കുറിച്ചുള്ള ചില ചിന്തകൾ. ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, കിട്ടാത്തതിനെക്കുറിച്ച് പരാതി പറയുന്നവരാണ് നമ്മളിൽ ബഹുഭൂരിപക്ഷവും. കിട്ടാത്തതിനെക്കുറിച്ച് പരാതി പറയും, പരിഭവം പറയും. അങ്ങനെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ശീലം നമുക്കുണ്ട്. നമ്മൾ ആലോചിക്കുക, നമ്മളൊരു വീട്ടിൽ പോയി കഴിഞ്ഞാൽ, നമ്മളൊരാൾ വീട്ടിൽ ക്ഷണിച്ചു കഴിഞ്ഞാൽ, ഭക്ഷണത്തിനായി ക്ഷണിച്ചു കഴിഞ്ഞാൽ, അയാൾ തന്ന ഭക്ഷണം, അല്ലെങ്കിൽ തരുന്ന ഭക്ഷണം വാങ്ങിച്ച് കഴിച്ച് സന്തോഷത്തോടു കൂടെ നമ്മൾ മടങ്ങിപ്പോകും. അതോ ഇത്രയേ തന്നുള്ളൂ, ബാക്കി എനിക്ക് കിട്ടിയില്ല എന്ന് നമ്മൾ പരാതി പറഞ്ഞുകൊണ്ടിരിക്കുമോ അയാളുടെ മുൻപിൽ? പലപ്പോഴും നമ്മൾ ദൈവത്തിന് മുൻപിൽ പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോൾ ഇങ്ങനെയാണ്: ദൈവമേ, എനിക്കത് കിട്ടിയില്ല, എനിക്കിത് കിട്ടിയില്ല, ഇത് ലഭിച്ചെങ്കിൽ കൊള്ളാമായിരുന്നു. കിട്ടിയ അനുഗ്രഹങ്ങളെ നമ്മൾ കണക്ക് കൂട്ടാറില്ല. കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നാണ് പറയുക. നിങ്ങളുടെ അനുഗ്രഹങ്ങളെ എണ്ണുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ നിങ്ങൾക്ക് കിട്ടാത്തതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കാൻ നിങ്ങൾക്ക് സമയം കിട്ടുകയില്ല എന്നാണ് ഒരു പഴഞ്ചൊല്ല്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെ നമ്മൾ എണ്ണുവാൻ പഠിക്കണം. ചെറുതും വലുതുമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം നമ്മുടെ മുൻപിൽ വെച്ച് നീട്ടാറുണ്ട്. രാവിലെ നിങ്ങൾ ആരോഗ്യത്തോടു കൂടെ ഉണർന്ന് കിടക്ക വിട്ട് എഴുന്നേൽക്കുമെങ്കിൽ അതിൽ പരം ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടാനില്ല. ആരോഗ്യത്തോടു കൂടി ഒരു ദിവസം ജീവിക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ പരം ഒരു സന്തോഷം കിട്ടാനില്ല. ശരീരത്തിൽ വേദനയും പ്രയാസങ്ങളും ഇല്ലാത്തൊരു ദിവസമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ അതിൽ പരം ഒരു അനുഗ്രഹം കിട്ടാനില്ല. അങ്ങനെ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളെയും കൗണ്ട് ചെയ്യാൻ നിങ്ങൾ പഠിക്കണം. അത് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമുള്ള, മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു പാഠമാണ്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ശരിയാകണം എന്നില്ല. പാളിച്ചകളും കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ജീവിതത്തിൽ വരാൻ സാധ്യതയുണ്ട്. നമ്മൾ മനുഷ്യരാണ്. മനുഷ്യരുടെ ജീവിതത്തിൽ കുറ്റങ്ങൾ വരും, ദൈവത്തിന് മാത്രമേ വരാതുള്ളൂ എന്ന് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കുറ്റം വന്നു എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമുണ്ടായി എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകളെ മറ്റുള്ളവർ എടുത്ത് കാട്ടുമ്പോൾ, വിമർശിക്കുമ്പോൾ നമ്മളതിനെ ന്യായീകരിക്കാനാണ് ശ്രമിക്കുക. ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ് അത് സംഭവിച്ചത്, ഇന്ന ആൾ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് എനിക്കിങ്ങനെ ചെയ്യേണ്ടി വന്നത്, ഇന്ന ആൾ ഇല്ലാതിരുന്നുവെങ്കിൽ ഞാനിങ്ങനെ ചെയ്യില്ലായിരുന്നു, അതിന് കുറ്റക്കാർ മറ്റുള്ളവരാണ്, ഞാൻ മാത്രമല്ല എന്ന് പറഞ്ഞ് പല വിധത്തിൽ നമ്മുടെ തെറ്റുകളെ, കുറ്റങ്ങളെ, കുറവുകളെ ന്യായീകരിക്കുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നമ്മുടെ കുറ്റങ്ങളെ നമ്മൾ കൊണ്ട് എങ്കിൽ നമ്മളതിനെ മനസ്സിലാക്കിയാൽ മാത്രം മതി. അതിനെ ന്യായീകരിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ശരിക്കും അത് നിങ്ങൾക്ക് സംഭവിച്ചുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചുവെങ്കിൽ, ഒരു കുറ്റം സംഭവിച്ചുവെങ്കിൽ, ഒരു ബുദ്ധിമുട്ട് ഏർപ്പെട്ടുവെങ്കിൽ നിങ്ങളതിനെ മറികടക്കാൻ ശ്രമിക്കണം എന്നതല്ലാതെ അതിനെ ഒരിക്കലും ന്യായീകരിക്കാൻ ശ്രമിക്കരുത്. അത് ജീവിതത്തിലെ വലിയൊരു പാഠമാണ്. അടുത്ത കാര്യമെന്ന് പറയുന്നത്, ജീവിതത്തിലെ സംതൃപ്തി എന്ന് പറയുന്നത് അത് ഏറ്റവും അത്യാവശ്യമാണ്. ഉള്ളതിൽ സന്തോഷിക്കുവാനും ഉള്ളതിൽ സംതൃപ്തി കണ്ടെത്തുവാനും നമ്മൾ പഠിക്കണം. കണ്ടൻ്റ് എന്ന് പറയും. എനിക്ക് ഇത് ഉണ്ട്, ഞാൻ സന്തുഷ്ടനാണ്, സന്തോഷവാനാണ് എന്ന് പറയുന്ന മനുഷ്യനാണ് ലോകത്തിലെ ഏറ്റവും ധനികൻ. അതായത് മനുഷ്യൻ്റെ മനസ്സ് എത്ര ഇട്ടാലും നിറയാത്ത ഒരു തമോഗർത്തം പോലെയാണ്. അതിൽ എത്ര ഇട്ടുകൊണ്ടിരുന്നാലും, അല്ലെങ്കിൽ ബ്ലാക്ക് ഹോൾ പോലെയാണ്, അങ്ങനെ പറയുമല്ലോ. ബ്ലാക്ക് ഹോൾ എന്തും അങ്ങനെ വലിച്ചെടുത്തുകൊണ്ടേയിരിക്കും, ഒന്നിനും വെറുതെ വിടുകയില്ല. അപ്പോൾ നമ്മുടെ ജീവിതം പലപ്പോഴും അങ്ങനെയാണ്. എന്ത് കിട്ടിയാലും വലിച്ചെടുക്കും, എത്ര വലുത് കിട്ടിയാലും വലിച്ചെടുക്കും, പക്ഷേ ഒരിക്കലും നമുക്ക് നിറയുകയില്ല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, സംതൃപ്തി നമ്മൾ പഠിച്ചെടുക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അത് സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ വരുന്നൊരു കാര്യമാണ്. എന്തിലും സംതൃപ്തി കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതം പോലെ ധനികനായ ഒരു നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. ഏറ്റവും വലിയ ധനികൻ എന്ന് പറയുന്നത് സംതൃപ്തി ഉള്ള മനുഷ്യനാണ്. അതുകൊണ്ട് ജീവിതത്തിൽ സംതൃപ്തി കണ്ടെത്തുവാൻ നിങ്ങൾ സ്വയം പഠിച്ചെടുക്കേണ്ടത് ഏറ്റവും ആവശ്യമാണ്. നമുക്കറിയാം, നമ്മുടെ സൂര്യനെ നമ്മൾ ദിവസവും രാവിലെ സൂര്യനെ കാണുന്നുണ്ട്. സൂര്യൻ രാവിലെ ഉദിക്കുന്നതും വൈകുന്നേരം അസ്തമിക്കുന്നതും ആരെയും കണ്ടുകൊണ്ടല്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയയുടെ കാലത്ത്, ഞങ്ങളുടെ മീഡിയ വർക്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ചില ആൾക്കാർ പറയുന്നൊരു കാര്യം, ഇതിനൊരുപാട് ലൈക്ക് കിട്ടിയില്ല, ഇതിനൊരുപാട് ഷെയർ കിട്ടിയില്ല, അതുകൊണ്ട് ഇങ്ങനെയുള്ള പോസ്റ്റുകൾ നമ്മളിനി ഇടണ്ട. ഞങ്ങളുടെ ഓഫീസിൽ അങ്ങനെ സംസാരിക്കാറുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, ലൈക്കും ഷെയറുമല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടുന്നത്. ഫേസ്ബുക്കിലായിരുന്നാലും ശരി, ജീവിതത്തിലായിരുന്നാലും ശരി, കയ്യടികളല്ല നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നൊരു കാര്യം ശരിയാണ് എന്ന് പരിപൂർണ്ണ ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം തരുന്നുവെങ്കിൽ, അത് നിങ്ങളുടെ ജീവിതത്തിൽ നിറവ് തരുന്നുവെങ്കിൽ, അത് കൊള്ളാമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവെങ്കിൽ, അത് നന്മയുള്ള കാര്യമാണെങ്കിൽ
ഒരിക്കലും അത് നിർത്തരുത്. കയ്യടിക്ക് വേണ്ടി കാത്തു നിൽക്കരുത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഈ കാര്യങ്ങൾ ആരും അഭിനന്ദിച്ചില്ല, ആരും പ്രോത്സാഹിപ്പിച്ചില്ല, കൊള്ളാമെന്ന് പറഞ്ഞില്ല, ലൈക്ക് അടിച്ചില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും അത് നിർത്തരുത്. സൂര്യൻ ആരുടെയും കയ്യടിക്ക് കാത്തു നിൽക്കാറില്ല. അത് രാവിലെ ഉദിക്കും, വൈകുന്നേരം അസ്തമിക്കും. പോകുന്ന വഴിയിൽ ഒരുപാട് കയ്യടി അതിന് കിട്ടിക്കൊള്ളും. അത് സ്വാഭാവികമായ ഒരു പരിണിത ഫലമാണ്. അതുകൊണ്ട് നിങ്ങൾ ആരുടെയും കയ്യടിക്ക് വേണ്ടി നിൽക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഒരു വലിയ തെറ്റെന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിൽ ലളിതമായ രീതിയിൽ പരിശ്രമിച്ചാൽ കിട്ടുന്ന പലതിനും വേണ്ടി നമ്മൾ പരിശ്രമിക്കാറില്ല. കിട്ടാത്ത കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്, നല്ല പടം വരയ്ക്കാൻ അറിയാം, പക്ഷേ ആ കാര്യം ഒരിക്കലും ചെയ്യാറില്ല. പാട്ട് പാടാൻ എനിക്ക് സാധിക്കുമോ എന്ന് ചിന്തിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനു വേണ്ടി ചെയ്യും. പക്ഷേ അയാൾക്ക് ശരിക്കും പാട്ട് പാടാൻ അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ അയാൾ പടം വരച്ച് അസാധ്യമായി പടം വരയ്ക്കുന്ന ആളാണ്. പലപ്പോഴും മനുഷ്യൻ ഇങ്ങനെയാണ്, തനിക്കുള്ള താലന്തുകൾ വളർത്തുന്നതിന് പകരം ഇല്ലാത്ത കാര്യങ്ങളെ വളർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചു കൊണ്ട് നടക്കും. പക്ഷേ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം, നിങ്ങൾക്ക് ഏത് ലളിതമായി ഭംഗിയായി ചെയ്യാൻ സാധിക്കുന്നുവോ ആ കാര്യങ്ങൾ കൂടുതലായി ചെയ്യുക, വളരുക. ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് എഴുതുക. മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും നിങ്ങൾക്ക് എടുത്തു വരാം. താങ്ക് യു.